സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമഃ. ഇക്കണ്ട വിശ്വമധുമിന്ദ്രാദിദേവകളുമർക്കേന്ദുവന്നികളോടൊപ്പം ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ നിന്മൂലമക്ഷരവുമോർക്കായി വരേണമിഹ നാരായണായ നമഃ. നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു. ഹരിനാമ കീർത്തനം. ശ്രീ ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ ഹരിനാമ കീർത്തനത്തിൻ്റെ വ്യാഖ്യാനത്തിന് ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 16-ാം ശ്ലോകം. ഇക്കണ്ട വിശ്വമധുമിന്ദ്രാദിദേവകളുമർക്കേന്ദുവഹ്നികളോടൊപ്പം ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ നിന്മൂലമക്ഷരവുമോർക്കായി വരേണമിഹ നാരായണായ നമഃ. ഇക്കണ്ട വിശ്വമതും വിവിധ രൂപത്തിൽ ഈ കാണുന്ന പ്രപഞ്ചവും ഇന്ദ്രാദിദേവകളും ഇന്ദ്രൻ മുതലായ ദേവന്മാരും അർക്കേന്ദു വഹ്നികളോടൊപ്പം ത്രിമൂർത്തികളും സൂര്യൻ, ചന്ദ്രൻ, അഗ്നി ഇവരോടൊത്ത് ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ ഇങ്ങനെ വിവിധ രൂപത്തിൽ മുമ്പിൽ തെളിഞ്ഞു വിളങ്ങുന്ന അല്ലയോ വിരാട് പുരുഷ, നിൻ മൂലം അക്ഷരവും അങ്ങേക്ക് കാരണമായി വിളങ്ങുന്ന നാശരഹിതമായ ബ്രഹ്മവും ഈ ലോകത്തിൽ ഓർക്കായി വരേണം, ഓർമ്മിക്കാൻ ഇടവരണേ. നാരായണായ നമഃ. നാരായണന് നമസ്കാരം. വിവിധ രൂപത്തിൽ കാണപ്പെടുന്ന പ്രപഞ്ചവും ഇന്ദ്രൻ തുടങ്ങിയുള്ള ദേവന്മാരും സൂര്യൻ, ചന്ദ്രൻ, അഗ്നി ഇവരോടൊത്ത് ത്രിമൂർത്തികളും ഇങ്ങനെ വിവിധ രൂപത്തിൽ വിളങ്ങുന്ന അല്ലയോ വിരാട് പുരുഷ, അങ്ങയെ ഓർമ്മിക്കുമാറാകണം. തുടർന്ന് അങ്ങേക്കും കാരണമായി വർത്തിക്കുന്ന അക്ഷരബ്രഹ്മത്തെയും ഓർമ്മിക്കുമാറാകണം. വിരാട് രൂപം. ഒരേ സത്യരൂപത്തിൽ രൂപം കൊണ്ട വിവിധ ദൃശ്യങ്ങളാണ് പ്രപഞ്ചഘടകങ്ങൾ. അതുകൊണ്ട് ഒരീശ്വരൻ്റെ ശരീരാവയവങ്ങളാണിവയെല്ലാം. ഈശ്വരൻ്റെ ശുദ്ധരൂപം ധരിക്കാൻ കഴിയാത്തവർ ആരംഭത്തിൽ ഒരീശ്വരൻ്റെ ശരീരാവയവങ്ങളാണ് പ്രപഞ്ചഘടകങ്ങൾ എന്ന യാഥാർത്ഥ്യമെങ്കിലും ഭാവന ചെയ്ത് ഉറപ്പിക്കണം. ഇതാണ് വിരാട് രൂപോപാസന. വിവിധ രൂപത്തിൽ രാജിക്കുന്ന അഥവാ പ്രകാശിക്കുന്ന പുരുഷനാണ് വിരാട് പുരുഷൻ. അപ്പോൾ വിശ്വവും ഇന്ദ്രാദിദേവന്മാരും അർക്കേന്ദുവഹ്നികളും ത്രിമൂർത്തികളുമൊക്കെ മുമ്പിൽ പ്രത്യക്ഷനായി നിൽക്കുന്ന ഈ വിരാട് പുരുഷൻ്റെ അവയവങ്ങൾ തന്നെയാണ്. പ്രപഞ്ചത്തെയാകെ ഒന്നായി കാണാനുള്ള ഈ ശ്രമം അദ്വൈത സത്യം സാക്ഷാത്കരിക്കാനുള്ള ശ്രമത്തിൻ്റെ മുന്നോടിയാണ്. ചിത്തം ശുദ്ധീകരിക്കാനും സത്യത്തിൽ ഏകാഗ്രപ്പെടുത്താനും എന്താണ് ഉപായമെന്ന് പരീക്ഷിത്ത് ശുകബ്രഹ്മ ഋഷിയോട് ചോദിക്കുന്നു. ഭാഗവതം 2-ാം സ്കന്ധം 1-ാം അധ്യായത്തിൽ വിരാട് രൂപോപാസനയാണ് ശുകൻ നിർദ്ദേശിക്കുന്ന ഉപായം. തുടർന്ന് വിരാട് രൂപത്തെ പരീക്ഷത്തിന് വർണ്ണിച്ചു കേൾപ്പിക്കുന്നുമുണ്ട്. വിരാട് പുരുഷൻ്റെ പാദത്തിൻ്റെ അടിവശമാണ് പാതാളം. ഉപ്പൂറ്റിയും പുറവടിയും ചേർന്നതാണ് രസാതലം. കണങ്കാലാണ് മഹാതലം. കണങ്കാലിനും മുട്ടിനുമിടയ്ക്കുള്ള ഭാഗം തലാതലം. മുട്ടുകൾ രണ്ടുമാണ് സുതലം. വിതലവും അതലവും ചേർന്നതാണ് 2 തുടകൾ. അരക്കെട്ടാണ് ഭൂതലം.
പൊക്കിൽ പ്രദേശം നഭസ്ഥലം, മാർവിടം സ്വർഗലോകം, കഴുത്ത് മഹർലോകം, മുഖം ജനലോകം, നെറ്റി തപോലോകം, ശിരസ് സത്യലോകം. ഇങ്ങനെ 14 ലോകങ്ങളും വിരാട് പുരുഷൻ്റെ അവയവങ്ങളാണ്. തേജോമയന്മാരായ ഇന്ദ്രാദി ദേവന്മാർ വിരാട് പുരുഷൻ്റെ കൈകളാണ്. ദിക്കുകളാണ് ചെവികൾ. ശബ്ദമാണ് ശ്രവണേന്ദ്രിയം. ഇവിടെ ഇന്ദ്രിയവും വിഷയവും ഒന്നു തന്നെ. തേജോമയന്മാരായ അശ്വിനി ദേവന്മാരാണ് നാസികകൾ. ഗന്ധമാണ് ഘ്രാണേന്ദ്രിയം. അഗ്നിയാണ് വായ. അന്തരീക്ഷമാണ് കണ്ണുകൾ. സൂര്യനാണ് നയനേന്ദ്രിയം. രാത്രിയും പകലും കൺപോളകൾ. ഭ്രൂഭംഗമാണ് ബ്രഹ്മാവിൻ്റെ ഇരിപ്പിടം. ജലമാണ് നാക്ക്. രസമാണ് ജിഹ്വേന്ദ്രിയം. വേദങ്ങൾ ശിരസ്സാണ്. യമനാണ് ദംഷ്ട്രം. സ്നേഹകലകളാണ് പല്ലുകൾ. ജനങ്ങളെ മതിപ്പിക്കുന്ന പുഞ്ചിരിയാണ് മായ. കടാക്ഷ വിക്ഷേപമാണ് സൃഷ്ടി. ലജ്ജ മേൽച്ചുണ്ടും ലോഭം കീഴ്ച്ചുണ്ടുമാണ്. ധർമ്മം മാർവിടവും അധർമ്മം മുതുകുമാണ്. പ്രജാപതി ജനനേന്ദ്രിയവും മിത്രാവരുണന്മാർ വൃഷണങ്ങളുമാണ്. സമുദ്രം വയറും പർവ്വതങ്ങൾ എല്ലുകളുമാണ്. നദികൾ നാഡികളും വൃക്ഷങ്ങൾ രോമങ്ങളുമാണ്. വായു പ്രാണനും കാലം നടത്തയുമാണ്. ഗുണപ്രവാഹമാണ് പ്രവൃത്തി. വിരാട് പുരുഷൻ്റെ തലമുടികളാണ് മേഘങ്ങൾ. സന്ധ്യയാണ് വസ്ത്രം. അവ്യക്തം ഹൃദയവും ചന്ദ്രൻ മനസ്സുമാണ്. മഹത്തത്വമാണ് ബുദ്ധി. രുദ്രനാണ് അഹങ്കാരം. കുതിര, അശ്വതരി, ഒട്ടകം, ആന തുടങ്ങിയവ നഖങ്ങളാണ്. മൃഗങ്ങളെല്ലാം പൃഷ്ഠഭാഗമാണ്. പക്ഷികൾ ഭഗവാന്റെ ശില്പ നൈപുണ്യമാണ്. മനു നിശ്ചയമാണ്. മനുഷ്യൻ വിരാട് പുരുഷൻ്റെ താമസസ്ഥലവും. ഗന്ധർവ വിദ്യാധര ചാരണ അപ്സരസ്സുകളാണ് ഷഡ്ജാതി സ്വരങ്ങൾ. അസുരസൈന്യം വീര്യമാണ്. ബ്രാഹ്മണർ മുഖവും ക്ഷത്രിയർ കൈയും വൈശ്യൻ ഊരുവും ശൂദ്രൻ പാദവുമാണ്. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ അറിയപ്പെടുന്നുണ്ടോ അതെല്ലാം വിരാട് പുരുഷൻ്റെ അവയവങ്ങളെന്ന് കാണേണ്ടതാണ്. ഈ വിധം ബോധസ്വരൂപനും ആനന്ദനിധിയുമായ ഭഗവാനെ സർവത്ര ദർശിച്ചാൽ അചിരേണ ചിത്തം ഏകാഗ്രപ്പെട്ട് ആത്മസാക്ഷാത്കാരത്തിന് സമർത്ഥമായി തീരുന്നതാണ്. ഈ വിരാട് രൂപോപാസനയാണ് ആചാര്യൻ അഗ്രേ വിരാട് പുരുഷ എന്ന ഭാഗം കൊണ്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്. നിന്മൂലമക്ഷരവുമോർക്കായി വരേണമിഹ. അദ്വൈത സാക്ഷാത്കാരത്തിൻ്റെ മുന്നോടിയായി അഭ്യസിക്കേണ്ടതാണ് വിരാട് രൂപോപാസന. ഈ ലോകത്തിൽ കാണപ്പെടുന്നതൊക്കെ ഒരേ ജഗദീശ്വരൻ്റെ ശരീര അവയവങ്ങളാണെന്ന് ഭാവന ചെയ്തുറപ്പിക്കുന്നതിനോടൊപ്പം ഈ ജഡോപാധികൾക്കെല്ലാം ആദിമൂലമായി വർത്തിക്കുന്നത് അഖണ്ഡബോധസ്വരൂപമായ വസ്തുവാണെന്നും ഉറപ്പിക്കണം. ഈ സത്യസ്ഥിതി തസ്മാത് വിരാടജായത, ആ പുരുഷനിൽ നിന്നും വിരാട് ഉണ്ടായി എന്നിങ്ങനെ പുരുഷസൂക്തം വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിരാട് രൂപോപാസനയോടൊപ്പം ശുദ്ധബോധസ്വരൂപം ഭാവന ചെയ്ത് ഉറപ്പിക്കുന്നയാൾക്ക് അചിരേണ ചിത്തശുദ്ധി വന്ന് ആത്മസാക്ഷാത്കാരത്തിന് വഴി തെളിയുന്നു. ഈ അനുഭവ രഹസ്യമാണ് നിന്മൂലമക്ഷരവുമോർക്കായി വരേണം എന്ന ഭാഗം കൊണ്ട് ആചാര്യർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ അക്ഷരശബ്ദത്തിന് ബ്രഹ്മമെന്ന് തന്നെയാണ് അർത്ഥം. ഓങ്കാരം എന്നർത്ഥം പറഞ്ഞാൽ അത് വിരാട് പുരുഷന് മൂലമല്ലല്ലോ. അപ്പോൾ ഓങ്കാര പ്രതീകമായ ബ്രഹ്മമെന്ന് വീണ്ടും വ്യാഖ്യാനിക്കേണ്ടി വരും. അക്ഷര ശബ്ദത്തിന് നേരിട്ട് ബ്രഹ്മമെന്നർത്ഥമുള്ളപ്പോൾ അത് അംഗീകരിക്കുന്നതല്ലേ നന്ന്? അതല്ലെങ്കിൽ വിരാട് രൂപോപാസനയും പ്രണവോപാസനയും വഴി ബ്രഹ്മത്തെ സ്മരിക്കാൻ ഇടയാകണം എന്നർത്ഥം പറയേണ്ടി വരും. ഉപാസനകളും ബ്രഹ്മസ്മരണവും മോഹബദ്ധമായ മനസ്സിന് അത്ര എളുപ്പം വശപ്പെട്ട് കിട്ടുന്നതല്ല. മനസ്സിൻ്റെ ജഡമോഹങ്ങൾ മാറിക്കിട്ടാൻ ഭഗവൻ നാമസ്മരണയും കീർത്തനവും പോലെ എളുപ്പമായ മറ്റൊരു വഴിയും ഇല്ല തന്നെ. അതുകൊണ്ട് 17 മുതൽ 22 വരെയുള്ള അടുത്ത 6 പദ്യങ്ങളിൽ ആചാര്യൻ നാമസങ്കീർത്തനത്തിൻ്റെ മാഹാത്മ്യം വർണ്ണിക്കാൻ ഒരുമ്പിടുകയാണ്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.
ജഗന്നാഥ